ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു JB ആംഗ്ലേഴ്സ് ആൻഡ് അഡ്വഞ്ചേഴ്സ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ നമ്മളൊരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി മേടിച്ചിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അതുപോലെ തന്നെ കുട്ടികളൊക്കെ വെക്കേഷനായിരുന്നു. അപ്പോൾ നമ്മൾ കൂർഗിലേക്കാണ് ഇന്ന് ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൊടകിൻ്റെ ഒരുപാട് വീഡിയോസ് മുമ്പ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു അടിപൊളി ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഏകദേശം രാവിലെ ഒരു 6 മണിയാകുമ്പോഴായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ആ കൊടകിലൂടെയുള്ള സുള്ളിയ ഭാഗത്തു നിന്നും ഒരു തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ലൊരു വൈബാണ്. രാവിലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ ഏകദേശം മടിക്കേരിയിലെത്താറായി. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ട്രാവലിംഗ് വീഡിയോസ് അല്ല ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ റിസോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡുള്ളവർക്ക് മടിക്കേരി കൂർഗ് ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ രാവിലെ ഒരു 6:30 യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 10:30-11 o'clock ആകുമ്പോൾ നമ്മൾ മടിക്കേരി ടൗണിലെത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ റിസോർട്ടുള്ള, അതായത് മടിക്കേരിയിൽ നിന്നും ഏകദേശം 40 to 45 കിലോമീറ്ററാണ് ഈ ഒരു റിസോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ മടിക്കേരി ടൗണിൽ നിന്ന് കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്കായിരുന്നു പോകുന്നത്. പിന്നെ ഈ റിസോർട്ടിലേക്ക് ബുക്കിങ്ങിന് വേണ്ടി നിങ്ങളെങ്കിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടി താഴെ മെൻഷൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ എന്നാൽ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തിട്ട് നല്ലൊരു സർവീസായിരുന്നു. അവർ വരുമ്പോൾ തന്നെ നമ്മളെ ബാഗേജും കാര്യങ്ങളൊക്കെ നോർമലി എല്ലാ റിസോർട്ടിലുള്ളതുപോലെ തന്നെ അവരെല്ലാം ക്യാരി ചെയ്ത് നമ്മളെ റൂംസിലൊക്കെ എത്തിക്കുന്നതാണ്. പിന്നെ വരുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്താൽ ബെറ്ററായിരുന്നു. പക്ഷേ ഇവിടെ പാക്കേജിൽ ഇൻക്ലൂഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ഡിന്നറും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ല. അഡീഷണലായിട്ട് അവർക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി ഫുഡാണ്. അത് വേണമെങ്കിൽ നമ്മളെ രീതിയിലുള്ള ഓർഡർ ചെയ്താൽ അവരത് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കോട്ടേജാണ് ഇവിടെ, അതായത് ഓരോരോ സെപ്പറേറ്റ് കോട്ടേജാണ്. അടിപൊളി അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളുള്ള റൂംസ് തന്നെയാണ് ഉള്ളിൽ. ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു വൈൽഡ് ലൈഫ് കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അടിപൊളി ഡബിൾ ബെഡാണ്. അതുപോലെ തന്നെ സൈഡിൽ എക്സ്ട്രാ 2 ബെഡ്സ് കൂടി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കോട്ടേജിൻ്റെയും പുറമേ ഒരു ബാൽക്കണിയും അടിപൊളി ബാൽക്കണിയും ഒരു അടിപൊളി പോണ്ട് വ്യൂസാണ്. അവിടെ ഇരുന്ന് ആ പോണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റൂംസാണ്. പിന്നെ ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതായത് സാധാരണ റിസോർട്ടുകൾ കാണുന്ന പോലെ തന്നെ ക്ലീനും നീറ്റ്നെസ്സും ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കുമുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ, ടെന്നീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്നൂക്കേഴ്സ് സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ക്യാരംസ് കളിക്കുക, അതിനുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ അതിനകത്ത് നല്ല അടിപൊളിയായ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാത്രി സമയങ്ങളിൽ ഗദറിങ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിങ്ങുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ അവരവിടെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,500 rupees പെർ കോട്ടേജ്. ഓക്കെ, ഓരോരോ കോട്ടേജിന് അത് പെർ ഹെഡാണ്. പക്ഷേ നമ്മളൊരു ഫാമിലി 2 കപ്പിൾസും ഒരു 2 കിഡ്സുള്ള ഫാമിലി ആണെങ്കിലൊക്കെ നമുക്ക് ഒരു റൂമിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഡിപ്പെൻസ് ആണ്, സീസൺസ് അനുസരിച്ച് പ്രൈസ് തായും മുകളിലും പോകാൻ സാധ്യത. പിന്നെ
പിന്നെ എടുത്തു പറയാനുള്ളത് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. ഈ ഒരു ചൂട് വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂളാണ്. വളരെ പ്രൈവസി ആയിട്ട് ഫാമിലിയും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ചെക്ക് ഇൻ സമയം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 12 ആണ്. അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് പിറ്റേ ദിവസം 12 മണി വരെ. പക്ഷേ അത് ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലും ഒരു സമയം കൂടുതൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതാണ്. പ്രൈസും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 കോട്ടേജാണ് ബുക്ക് ചെയ്തത്. കാരണം നമ്മൾ ഒരു 8 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അഡൽട്ട്സ് ഒരു കിഡ്സ് ആണെങ്കിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കോട്ടേജ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ രാത്രി നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഗെയിമിങ്ങും കാര്യങ്ങളും സ്നൂക്കേഴ്സ് അതുപോലെ തന്നെ നമ്മൾ പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മൾ അടിപൊളി എൻജോയ് ചെയ്ത് കിഡ്സിൻ്റെ ഒരു മിഷൻ. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് പ്രിപ്പറേഷൻ അവർ ഓർഡറിനനുസരിച്ച് ചെയ്ത് വെക്കും. അതിനുശേഷം ഒരു അടിപൊളി ഡിന്നർ സെറ്റപ്പ് ഡൈനിങ് ഹാളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അടിപൊളി എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിയറുള്ള നിസർഗതമ, എലിഫൻറ്റ് സഫാരി, സിപ്പ് ലൈൻ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ഇതിൻ്റെ നിയർ തന്നെ മടിക്കേരി ടൗണിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ട് ചെയ്യുന്ന സ്ഥലത്തിൽ നിയർ ഒരുപാട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു റിസോർട്ടിൽ താമസിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അടിപൊളി ഡിന്നർ നല്ല പ്രിപ്പറേഷനിലാണ്. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കുട്ടികളൊത്ത് ഒരു അടിപൊളി വെക്കേഷനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടും ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു സിൽവർ റോക്സ് റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലം. വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയും ഒരുമിച്ച് ഒരു അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഈ ഒരു റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 8-9 മന്ത്സായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇനി മുന്നോട്ട് ഒരുപാട് ട്രാവലിംഗ് വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളെങ്കിലും കമൻസിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു ഏകദേശം 12 മണിയാകുമ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ നിയറുള്ള കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മടിക്കേരി കൂർഗ് ഭാഗങ്ങൾ. അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. നമ്മൾ മുമ്പത്തെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു നിയറിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പോയി അതെല്ലാം എൻജോയ് ചെയ്യാനാണ് നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ നമ്മളൊരു ഏകദേശം 12 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. പിന്നെ എടുത്ത് പറയാൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഇവിടുത്തെ ഇപ്പോൾ കർണാടക നിങ്ങൾക്കറിയാം, നമ്മളെ കേരള കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫുഡിനോട് നമുക്ക് നമ്മുടേതായ ടേസ്റ്റ് രീതിയിൽ കിട്ടണമെന്നില്ല. പക്ഷേ ഈ ഒരു റിസോർട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു അടിപൊളി ഫുഡാണ് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത്. രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നല്ല, ദോശയും കാര്യങ്ങളും അതുപോലെ തന്നെ ഉപ്മാവും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ബ്രെഡും ജാമും കാര്യങ്ങളൊക്കെ അവർ റോസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. നല്ല അടിപൊളി ഡൈനിങ് സെറ്റപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ രാത്രിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഫുഡൊന്നും അല്ല അവർ നമുക്ക് സെർവ് ചെയ്ത് തന്നത്. ഒരു അടിപൊളി ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. ചപ്പാത്തിയും കാര്യങ്ങളും ചിക്കൻ ഗ്രേവി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വേണ്ടിയ ഫുഡ് അവർ പ്രിപ്പയർ ചെയ്ത് തന്നു. അതുപോലെ തന്നെ മടിക്കേരി ടൗണിൽ നിന്നും തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മുമ്പിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 8-9 മന്ത്സ് ബിഫോർ. അപ്പോൾ അതും നമ്മൾ ഈ ഒരു ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിയർ കൊടക് മടിക്കേരി ടൗണിൽ തന്നെ നിയർ ഒരു 7 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന കുറച്ചും വാട്ടർഫാൾസും അതുപോലെ തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ട സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും കാണാൻ വാച്ച് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെന്ന് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി.
ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് ഈ റിസോർട്ട്. കുറുകിൽ നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നല്ലൊരു എന്താ പറയുക, ഉള്ളിലോട്ടുള്ള ഒരു വില്ലേജ് ഏരിയയിലാണ് ഈ ഒരു റിസോർട്ട്. നല്ല അടിപൊളി കോട്ടേജ് ആയിരുന്നു. നല്ല അടിപൊളി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് താഴെ ഒരു നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇത് സീസണിൽ പ്രൈസ് നെഗോഷിയബിളാണ്. ചിലപ്പോൾ സീസണിനനുസരിച്ച് ചേഞ്ച് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എക്സാക്റ്റ് പ്രൈസ് എനിക്ക് പറയാൻ പറ്റാത്തത്. അഫോർഡബിൾ പ്രൈസാണ്, നമുക്കൊക്കെ അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോടകിൽ ആരെങ്കിലും ഒരു അടിപൊളി സ്റ്റേ ഫാമിലി ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് മൊത്തം ഫാമിലി കിഡ്സ്, അതായത് അവരെ വെക്കേഷൻസ് ആയിരുന്നു കുട്ടികളിലൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ കോടകിൽ ഒരു അടിപൊളി റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡെസ്റ്റിനേഷനാണ് ഈ ഒരു റിസോർട്ട്. അപ്പോൾ സിൽവർ റോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, ഇനിയും കുറച്ച് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.